ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴിൽ റിലീസായ അഗത്യ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ജീവയാണ് ഈ സിനിമയിൽ നായകനായി എത്തിയിരിക്കുന്നത്. നീണ്ട നാളുകൾക്ക് ശേഷം ജീവ അഭിനയിച്ച ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ജീവയെ കൂടാതെ റാഷി ഖന്ന, അർജുൻ സർജ തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന പോലെ ഒരു സാധാരണ വീട് പ്രേതബാധയുള്ള വീടായി സെറ്റ് ചെയ്യുന്നു. എന്നാൽ അമാനുഷികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നു. ആ സംഭവങ്ങളുടെ പുറകെ നായകനും നായികയും മറ്റുള്ളവരുമൊക്കെ കാരണം അന്വേഷിച്ച് പോകുന്നതൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വേറൊരു സിനിമയുടെ കോപ്പിയാണെന്ന് ഇടയ്ക്ക് തോന്നിപ്പിക്കുന്നു. ആ ഫിലിം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഫിലിം കാണുമ്പോൾ മനസ്സിലാകും. ഫിലിം തുടങ്ങി ഒരു അരമണിക്കൂർ വരെ കുറച്ച് ലാഗടിപ്പിച്ചാണ് പോകുന്നത്. കഥ ഒന്നും മനസ്സിലാകാത്ത പോലെ പോകുമ്പോഴാണ് നമ്മുടെ അർജുൻ്റെ എൻട്രി വരുന്നത്. അർജുൻ്റെ എൻട്രിയോടുകൂടി സിനിമ മറ്റൊരു ലെവലിലേക്ക് മാറുന്നു. അർജുൻ്റെ കുറേ ഫ്ലാഷ് ബാക്കും സ്റ്റോറീസും റിയൽ ലൈഫ് ഈവൻസും ഒക്കെ ആയിട്ടാണ് കുറച്ച് നേരം സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത്. അർജുൻ ഈ ഫിലിമിൽ ഹൈ സ്കോർ ചെയ്ത ഒരു ക്യാരക്ടറാണെന്ന് തോന്നി. സിനിമയിലെ ചില സെറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. അതൊരു പോരായ്മയായി തോന്നി. കുറച്ചു നേരം മ്യൂസിക് ആൻഡ് BGM ഒക്കെയാണ് മൂവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില ചെറിയ കാര്യങ്ങൾ വലിച്ചു നീട്ടി കാണിച്ചിട്ടുണ്ട് ചില സീനുകളിൽ. സിനിമയുടെ 3/4 ഭാഗവും അർജുൻ സ്കോർ ചെയ്തു എന്ന് പറയാം. ഇതൊരു കോമഡി പടമല്ല. ഇത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രേക്ഷകന് ഒരു ഡൗട്ടൊക്കെ വരുന്ന ഒരു സിനിമയാണ്. ഫിലിമിൻ്റെ ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് പ്രേക്ഷകന് തോന്നുന്ന സീനുകൾ ഇടയ്ക്കിടെ ഉണ്ട്. ലാസ്റ്റ് വരുന്ന ഒരു ഫൈറ്റ് സീൻ ആവശ്യമുണ്ടായിരുന്നോ എന്ന് തോന്നി. അതും കുറച്ച് ലാഗായിരുന്നു. ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ടും കുട്ടികളുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഫിലിം തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഈ ഫിലിം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിജയ് ആണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇഷാരി കെ ഗണേശ ആൻഡ് അനീഷ് അർജുൻ ദേവ് ആണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദീപക് കുമാർ പതിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവാൻ ശങ്കർ രാജയാണ്. അപ്പോൾ കാണാത്തവർ കാണുക, കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുക. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.